ഷാരിയെ ഞാൻ വളരെ ബഹുമാനപൂർവ്വം എല്ലാവർക്കും വേണ്ടി അഭിനന്ദിക്കുന്നു ആദ്യമായി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ബുദ്ധസംഗമത്തിൻ്റെ സ്ഥിരമായ ജോസഫ് കോടക്കാരി എഴുതിയ പുസ്തകം വായിക്കുന്നതൊന്നും മാത്രമല്ല, വളരെ ഗംഭീരമായ കഥകളാണ് അദ്ദേഹത്തിൻ്റെ. ഇതിനു മുമ്പുള്ള ബുക്കുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൽ ആളുകൾ കുറഞ്ഞതിൽ സാധാരണ പറയാറുണ്ട്, വിഷമിക്കാറുണ്ട്. പക്ഷെ ഇതിൽ കൂടുതൽ വിഷമം ഇപ്പം തോന്നിയത് ആ ഒരു പോയിന്റ് ഞാൻ പറയാൻ വിട്ടുപോയി. മറ്റൊന്നുമല്ല, ആദ്യ കഥയിൽ തന്നെ യേശുക്രിസ്തുവിനെ പറ്റി ചെറിയൊരു സൂചന പറയുന്നത് അദ്ദേഹം 2 പ്രാവശ്യം പള്ളിയിൽ പോയിട്ടുള്ളത് ചുങ്കക്കാരെ കടിക്കാൻ വേണ്ടിയാണ് എന്നുള്ള 1-2 കാര്യങ്ങൾ ഇപ്പോൾ ഷാരി പറഞ്ഞ കാര്യങ്ങളുണ്ട്. പക്ഷെ അത് കേൾക്കാനും അതിൽ പ്രതികരിക്കാൻ പറ്റിയ 6-7 പേരുള്ള പൊതുസംഘമൊക്കെ ഉള്ളത്. റോക്കി ചേട്ടൻ, ജോർജ് ചേട്ടൻ, അതുപോലത്തെ ആള്. അതിൽ ഒരാൾ മാത്രം ചൂണ്ടിക്കാണിക്കുക, ഒരാൾ മാത്രം ഇവിടെ ഉള്ളു. അങ്ങനെ വിമർശനമൊക്കെ പോയി. കുറ്റം പറയാനില്ല. പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് പള്ളിയിൽ പോകുന്ന ആൾ തന്നെ, എന്നാൽ അവിടെ നടക്കുന്ന കാര്യങ്ങളോട് കുറച്ച് അഭിപ്രായ വ്യത്യാസമുള്ള ആൾ നമ്മുടെ പൊതുസംഘത്തിൽ സ്ഥിരമുണ്ട്. അവരിന്ന് ഇല്ല എന്നുള്ളൊരു വിഷമുണ്ടെങ്കിൽ വളരെയധികം ചർച്ച ചെയ്യാവുന്ന ഒരു വളരെ വിഷയം 1-2 കാര്യങ്ങളിലൂടെ ജോസഫ് കോടക്കാരി നമ്മൾ കാണിച്ചു തന്ന അദ്ദേഹം വലിയ വിമർശകരല്ല. പക്ഷെ എങ്കിലും സാധാരണ ജനങ്ങളുടെ, പ്രത്യേകം കഷ്ടപ്പെടുന്നവൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ മേധാവികൾ, മതമേധാവികൾ, പള്ളി മേധാവികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ഈർഷ്യ ചെറുതായിട്ടുണ്ട്. എന്നാൽ ആ ഭാഗത്ത് കുറ്റം പറയുന്നില്ല, അവരെ ആരെയും കുറ്റം പറയുന്നില്ല. ഇത്രമാത്രമേ എനിക്കതിനെ പറ്റി പറയാം.